പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ തക്കവിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെതായ 5 പ്രഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 5-ാമത്തേത് യുഗാന്ത പ്രഭാഷണം എന്നാണ് പറയുക. ഇവിടെ 2 കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഈ യുഗാന്തത്തെ പറയും, അവസാനം എന്തിൻ്റെ അവസാനമാണ്? ജെറൂസലത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പറയും, ലോകാവസാനത്തെക്കുറിച്ച് പറയും. ജെറൂസലം AD 70 നശിച്ചു. യോഗാന്തം എപ്പോൾ വരുമെന്നറിയില്ല. പക്ഷേ ലോകാവസാനമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ധാരാളം ആൾക്കാരെ വഴിതെറ്റിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സുവിശേഷമാണെന്ന് പറഞ്ഞു വരുന്നതെല്ലാം സുവിശേഷം പ്രഘോഷിക്കുന്നതായിരിക്കണമെന്നില്ല. യേശുവിൻ്റെ പേരിൽ പറയുന്നതെല്ലാം സത്യമായിരിക്കണമെന്നില്ല. ഇപ്പോൾ വഴിതെറ്റിക്കാൻ സാധ്യത കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടാൽ പോലും അത് ദൈവത്തിൻ്റെതാണോ എന്ന് ജാഗ്രത പാലിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല പ്രധാനം. യേശു പഠിപ്പിച്ച വിധത്തിലുള്ള ജീവിതമാണ്. നീതി, കാരുണ്യം, വിശ്വസ്തത, വിനയം, ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? അതോ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമാണോ? അത്ഭുതങ്ങളുടെ പിന്നാലെ പോയാൽ സമ്പത്തുണ്ടാക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് ദൈവത്തിൻ്റെ സുവിശേഷമാണോ സാത്താൻ്റെ സുവിശേഷമാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവർ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ വിശ്വസ്തയുമാണ് പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലേക്കാണ് നയിക്കുക. എനിക്ക് വിശ്വസം എനിക്ക് ആഹാരം തന്നു. അപ്പോൾ യേശുവിൻ്റെ അന്ത്യവിധിയുടെ മാനദണ്ഡം അതാണ്. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനേക്കാൾ കൂടുതൽ സ്നേഹത്തിനുള്ള പ്രേരണ, ദൈവത്തിൻ്റെ വചനം ജീവിക്കാനുള്ള ആ ഒരു ഉദ്ബോധനം, അതായിരിക്കും നമ്മൾ കേൾക്കുന്നത്. പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ വിശ്വാസവും പ്രകടമാക്കാനുള്ള കൃപ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക